നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വദേശിവൽക്കരണം UAE-യിൽ ലക്ഷ്യം ഒരാഴ്ചക്കകം പൂർത്തിയാക്കിയില്ലെങ്കിൽ കടുത്ത നടപടി. UAE-യിൽ ഇനി കെട്ടിടങ്ങളിൽ ബാൽക്കണിയും ജനലുകൾക്കും പൂട്ടിടണം. അശ്രദ്ധ പാടില്ലെന്ന അധികൃതർ. UAE റെസിഡൻസ് വിസയുണ്ടോ? 10 രാജ്യങ്ങളിലേക്ക് ഇനി എളുപ്പയാത്ര. അതികഠിനമായ ചൂട്. ഹജ്ജ് ദിനങ്ങളിൽ മക്കയിൽ മരിച്ചത് 577 തീർത്ഥാടകർ. 1.5 ലക്ഷം പേർക്ക് തൊഴിലവസരങ്ങളുമായി ലോകത്തിലെ ഭീമൻ എയർപോർട്ട് റിയാദിൽ ഒരുങ്ങുന്നു. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കയറ്റുമതി കേന്ദ്രമായി UAE. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ സംഘം മടങ്ങി. സ്വദേശിവൽക്കരണം UAE-യിൽ ലക്ഷ്യം ഒരാഴ്ചക്കകം പൂർത്തിയാക്കിയില്ലെങ്കിൽ കടുത്ത നടപടി. UAE സ്വദേശിവൽക്കരണ പദ്ധതിയിൽ അർദ്ധവാർഷിക ലക്ഷ്യമായ 1% പൂർത്തിയാക്കാൻ ഒരാഴ്ച മാത്രം. നിശ്ചിത സമയത്തിനകം സ്വദേശികളെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 2022 ആരംഭിച്ച സ്വദേശിവൽക്കരണ പദ്ധതിയായ ഇമറാത്തി ടാലന്റ് കോമ്പറ്റീറ്റീവ്നെസ് കൗൺസിൽ പ്രോഗ്രാം അനുസരിച്ച് 50 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള കമ്പനികൾ വർഷത്തിൽ 2% സ്വദേശീവൽക്കരണം നടപ്പാക്കണമെന്നാണ് നിയമം. കമ്പനികളുടെ സൗകര്യാർത്ഥം 6 മാസത്തിലൊരിക്കൽ 1% വീതം സ്വദേശികളെ നിയമിക്കാനും അനുമതി നൽകിയിരുന്നു. ഇതനുസരിച്ച് ജൂൺ 30 മുൻ വർഷങ്ങളിലെ 4% ചേർത്ത് മൊത്തം 5% സ്വദേശീവൽക്കരണം പൂർത്തിയാക്കണം. വർഷാവസാനത്തോടെ ഇത് മൊത്തം 6% ഉയർത്തണം. അടുത്ത വർഷങ്ങളിലെ 2% വീതം ചേർത്ത് 2026 ഡിസംബറോടെ 10% സ്വദേശീവൽക്കരണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കമ്പനികൾ നിയമം പാലിച്ചെന്ന് ഉറപ്പാക്കാൻ പരിശോധന ഊർജിതമാക്കി. 2 വർഷത്തിനിടെ നടന്ന പരിശോധനയിൽ 1400ഓളം കമ്പനികൾ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയിരുന്നു. ഈ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും കുറഞ്ഞ ഗ്രേഡിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു. നിയമം പാലിക്കാത്ത കമ്പനിക്ക് ആളൊന്നിന് മാസത്തിൽ 8000 ദിർഹം വീതം, വർഷത്തിൽ 96,000 ദിർഹം പിഴ ഈടാക്കും. 6 മാസത്തിലൊരിക്കൽ 48,000 ദിർഹം ഒന്നിച്ചടയ്ക്കാനും സൗകര്യമുണ്ട്. അടുത്ത വർഷം മുതൽ മാസാവസാന പിഴ 9,000 ദിർഹമാക്കി വർദ്ധിക്കും. 1963 സ്വദേശികളെ വ്യാജ റിക്രൂട്ട്മെന്റ് നടത്തിയ 1200 കമ്പനികൾക്കെതിരെ ശക്തമായ നടപടിയെടുത്തതായും അറിയിച്ചു. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 600-59-0000 എന്ന നമ്പറിലോ മോഹറെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ അറിയിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. UAE-യിൽ ഇനി കെട്ടിടങ്ങളിൽ ബാൽക്കണിയും ജനലുകൾക്കും പൂട്ടിടണം. അശ്രദ്ധ പാടില്ലെന്ന അധികൃതർ. അബുദാബിയിൽ ബഹുനില കെട്ടിടങ്ങളിൽ നിന്ന് കുട്ടികൾ വീണ് മരിക്കുന്നത് ഇല്ലാതാക്കാൻ സുരക്ഷാ നടപടികളും ബോധവൽക്കരണവും ശക്തമാക്കി UAE. ചെറിയ കുട്ടികളുള്ള വീടുകളിൽ ബാൽക്കണി, ജനൽ എന്നിവിടങ്ങളിൽ ചൈൽഡ് ഗേറ്റുകൾ സ്ഥാപിച്ച് സുരക്ഷ ശക്തമാക്കണമെന്ന് അഗ്നിരക്ഷാസേന രക്ഷിതാക്കളോടും കെട്ടിട ഉടമകളോടും ആവശ്യപ്പെട്ടു. കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നതും അവർക്ക് കയറാൻ സാധിക്കാത്തതുമായ ഗേറ്റുകളാണ് സ്ഥാപിക്കേണ്ടത്. മുൻകരുതൽ സ്വീകരിക്കുന്നത് സംബന്ധിച്ച സമൂഹ മാധ്യമങ്ങളിലൂടെയും കൂടുതൽ ജനങ്ങൾ എത്തിപ്പെടുന്ന ഷോപ്പിംഗ് മാളുകൾ, വിനോദ കേന്ദ്രങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിലും ബോധവൽക്കരണം സംഘടിപ്പിക്കാനാണ് പദ്ധതി. കുട്ടികളെ തനിച്ചാക്കി രക്ഷിതാക്കൾ പുറത്തു പോകുന്നതാണ് പല അപകടങ്ങൾക്കും കാരണം. അശ്രദ്ധ വലിയ അപകടത്തിലേക്ക് നയിക്കും എന്നതിനാൽ കെട്ടിട നിർമ്മാതാക്കൾ മുതൽ താമസക്കാർ വരെ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് മലയാളം, ഇംഗ്ലീഷ്, ഉറുദു, അറബിക് ഭാഷകളിലാണ് ബോധവൽക്കരണം. കൂടുതൽ പേർ സംസാരിക്കുന്ന ഭാഷകളാണ് ബോധവൽക്കരണത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മേശ, കസേര തുടങ്ങി കുട്ടികൾക്ക് പിടിച്ചു കയറാവുന്ന സാധനങ്ങൾ ജനൽ, ബാൽക്കണി എന്നിവയ്ക്ക് സമീപം വെക്കരുത്. ചെറിയ കുട്ടികൾ ഇവയ്ക്ക് മുകളിൽ കയറി നിൽക്കാനും അബദ്ധത്തിൽ താഴെ വീഴാനും സാധ്യതയുണ്ട്. കുട്ടികൾക്ക് എത്താത്ത വിധം ജനലിനും ബാൽക്കണിക്കും പൂട്ടിടണം. മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ അല്ലാതെ കുട്ടികളെ ബാൽക്കണിയിലേക്ക് അയക്കരുത്. 15 വയസ്സുവരെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണം. ജനലിൽ നിന്നും ബാൽക്കണിയിൽ നിന്നും താഴെ വീഴാത്ത വിധം ഇരുമ്പ് കവചമോ മറ്റോ സ്ഥാപിച്ച് അധിക സുരക്ഷ ഒരുക്കിയാൽ അപകടത്തെ അകറ്റാം. അശ്രദ്ധ മൂലമുണ്ടാകുന്ന സംഭവങ്ങളിൽ രക്ഷിതാക്കൾ, കെട്ടിട ഉടമകൾ, നിർമ്മാതാക്കൾ എന്നിവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി.
UAE റെസിഡൻസ് വിസയുണ്ടോ? 10 രാജ്യങ്ങളിലേക്ക് ഇനി എളുപ്പയാത്ര. UAEയിലെ റെസിഡൻസ് വിസക്കാർക്ക് മുൻകൂട്ടി വിസ എടുക്കാതെ 10 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സൗകര്യം. ജോർജിയ, മാലിദ്വീപ്, അസർബൈജാൻ, മൊറീഷ്യസ്, അർമേനിയ, മൊണ്ടനീഗ്രോ, സെയ്ഷൽസ്, മലേഷ്യ, ഇന്തോനേഷ്യ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലേക്ക് വിസ ഓൺ അറൈവൽ സൗകര്യമാണ് ലഭിക്കുക. 6 മാസ കാലാവധിയുള്ള പാസ്പോർട്ട്, കാലാവധിയുള്ള UAE വിസ, അതത് രാജ്യങ്ങളിലേക്കുള്ള റിസർവേഷൻ എന്നിവ ഉണ്ടാകണം. 30 മുതൽ 160 ദിവസം കാലാവധിയുള്ള വിസയാണ് വിവിധ രാജ്യങ്ങൾ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. അതികഠിനമായ ചൂട്. ഹജ്ജ് ദിനങ്ങളിൽ മക്കയിൽ മരിച്ചത് 577 തീർത്ഥാടകർ. ഹജ്ജിന്റെ ദിനങ്ങളിൽ മക്കയിൽ 577 തീർത്ഥാടകർ മരിച്ചു. അറഫ, ബലിപെരുന്നാൾ ദിനങ്ങളിലാണ് ഈ മരണങ്ങളെന്ന് സൗദി അധികൃതർ വെളിപ്പെടുത്തി. ദുഷ്കരമായ കാലാവസ്ഥയും അതികഠിനമായ ചൂടുമാണ് ഹജ്ജിനിടെ തീർത്ഥാടകരുടെ മരണങ്ങൾക്കിടയാക്കിയത്. ദുൽഹജ് 9, 10 ദിവസങ്ങളിൽ മാത്രം അതികഠിനമായ ചൂട് കാരണമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാൽ 577 പേർ മരണപ്പെട്ടു. ബുധനാഴ്ച അവസാനിച്ച ഹജ്ജ് സീസണിൽ മുഴുവൻ മരണപ്പെട്ടവരുടെ കണക്ക് ഇതിൽ പെടില്ലെന്നും ഉന്നത വൃത്തങ്ങൾ പറഞ്ഞു. ഹജ്ജിനിടെ നിരവധി തീർത്ഥാടകർ മരണപ്പെട്ടതായി ഏതാനും രാജ്യങ്ങൾ അറിയിച്ച പശ്ചാത്തലത്തിലാണ് ഇക്കാര്യത്തിൽ സൗദി അധികൃതർ വിശദീകരണം നൽകിയത്. താപനില ഗണ്യമായി ഉയർന്ന സാഹചര്യത്തിൽ സൂര്യാഘാതമടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവിധ വകുപ്പുകൾ ശക്തമായ ബോധവൽക്കരണമാണ് നടത്തിയിരുന്നത്. വെയിലേൽക്കാതിരിക്കാൻ ഏത് സമയവും കുടചൂടി നടക്കണമെന്നും നഗ്നപാതരായി നടക്കരുതെന്നും ധാരാളം വെള്ളവും ദ്രാവകങ്ങളും കുടിക്കണമെന്നും ഹജ്ജ് കർമ്മങ്ങൾക്കിടെ വിശ്രമിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റിയാദ്. 1.5 ലക്ഷം പേർക്ക് തൊഴിലവസരങ്ങളുമായി ലോകത്തിലെ ഭീമൻ എയർപോർട്ട് റിയാദിൽ ഒരുങ്ങുന്നു. 1.5 ലക്ഷം പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുമെന്ന് കരുതപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം ഒരുങ്ങുകയാണ് സൗദി തലസ്ഥാനമായ റിയാദിൽ. റിയാദിലെ കിങ് സൽമാൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ നിർമ്മാണം 2030ഓടെ പൂർത്തിയാവുമെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ആധുനികവുമായി മാറുമെന്ന് കരുതപ്പെടുന്ന ഈ വിമാനത്താവളം അത്ഭുതകരമായ അനുഭവങ്ങളായിരിക്കും യാത്രക്കാർക്ക് സമ്മാനിക്കുകയെന്ന് അധികൃതർ പറഞ്ഞു. 6 ഭീമൻ റൺവേകൾ അടങ്ങുന്നതായിരിക്കും വിമാനത്താവളം. വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതോടെ വിവിധ മേഖലകളിലായി 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 23 ബില്യൺ പൗണ്ട് ചിലവിൽ നിർമ്മിക്കപ്പെടുന്ന പുതിയ വിമാനത്താവളം 57 ചതുരശ്ര കിലോമീറ്ററിലാണ് സ്ഥിതി ചെയ്യുക. ഇതോടൊപ്പം 12 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം യാത്രക്കാർക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവങ്ങൾ നൽകുന്നതിനായി റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ നിർമ്മിക്കുന്നതിനായി മാറ്റിവെച്ചിട്ടുണ്ട്. ന്യൂയോർക്കിലെ മിഡ് ടൗൺ ബസ് ടെർമിനലും ഫ്രാൻസിലെ മാഴ്സ വിമാനത്താവളവും നിർമ്മിച്ച ഫോസ്റ്റർ പ്ലസ് പാർട്ട്നേഴ്സ് എന്ന കമ്പനിക്കാണ് റിയാദ് വിമാനത്താവളത്തിന്റെ നിർമ്മാണ ചുമതല. പുതിയ വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്താനിരിക്കുന്ന എയർലൈനുകൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രതിവർഷം 12 കോടിയോളം യാത്രക്കാർ പുതിയ വിമാനത്താവളം ഉപയോഗപ്പെടുത്തുമെന്നാണ് കരുതപ്പെടുന്നത്. 2050 ആകുന്നതോടെ യാത്രക്കാരുടെ എണ്ണം 18 കോടിയിലധികം വർദ്ധിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു. ടൂറിസം മേഖലയിൽ വമ്പൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങുന്ന സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ കേന്ദ്രമായി മാറുന്നതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണ് പുതിയ വിമാനത്താവളത്തിന്റെ നിർമ്മാണം. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റിയാദ്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കയറ്റുമതി കേന്ദ്രമായി UAE. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കയറ്റുമതി കേന്ദ്രമായി UAE. വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട വാർഷിക വ്യാപാര കണക്കുകൾ പ്രകാരം US ആണ് 1ാം സ്ഥാനത്ത്. 9ാമത്തെ ഏറ്റവും വലിയ സമുദ്രോൽപ്പന്ന കയറ്റുമതി വിപണിയും UAE തന്നെ. ഇന്ത്യയുടെ മൊത്തം ചരക്കുകളുടെയും സേവനങ്ങളുടെയും കയറ്റുമതിയിൽ 6% വർധനയുണ്ട്. ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളിലൂടെ കയറ്റുമതി രാജ്യങ്ങളിൽ ചൈനയെ പിന്തള്ളി നെതർലാൻഡ് 3ാം സ്ഥാനത്തേക്ക് ഉയർന്നതാണ് ശ്രദ്ധേയമായ മാറ്റം. കഴിഞ്ഞ വർഷവും ഇന്ത്യയുടെ കയറ്റുമതി ലക്ഷ്യകേന്ദ്രങ്ങളിൽ നിന്നും US-ഉം UAE-യുമായിരുന്നു മുന്നിൽ. എന്നാൽ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിൽ ചൈനയ്ക്കും റഷ്യയ്ക്കും ശേഷം 3ാം സ്ഥാനത്താണ് UAE. സൗദി കയറ്റുമതിയിൽ 8ാം സ്ഥാനത്തും ഇറക്കുമതിയിൽ 5ാം സ്ഥാനത്തുമുണ്ട്. GCC-യിൽ നിന്ന് കയറ്റുമതി ഇറക്കുമതി പട്ടികയിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ എത്തിയത് UAE-യും സൗദി അറേബ്യയും മാത്രം. വിലപിടിച്ച ലോഹങ്ങൾ, രത്നങ്ങൾ, സ്വർണ്ണ, വജ്ര, രത്ന ആഭരണങ്ങൾ, ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പുറമെ പഴം, പച്ചക്കറി, പഞ്ചസാര, ധാന്യങ്ങൾ, തേയില, ഇറച്ചി, കടൽ വിഭവങ്ങൾ തുടങ്ങിയ ഭക്ഷ്യോൽപ്പന്നങ്ങളും കയറ്റി അയക്കുന്നു. വസ്ത്രങ്ങൾ, മെഷീനറി ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ UAE-യിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, മുത്ത്, വജ്രങ്ങൾ, സ്വർണം, എയർക്രാഫ്റ്റ്, സ്പേസ് ക്രാഫ്റ്റ് പാർട്സുകൾ, പ്ലാസ്റ്റിക്, അസംസ്കൃത വസ്തുക്കൾ തുടങ്ങിയവയാണ് UAE-യിൽ നിന്ന് ഇന്ത്യ പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി.
ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ സംഘം മടങ്ങി. ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഇന്ത്യയിൽ നിന്നെത്തിയ തീർത്ഥാടകരിൽ ആദ്യ സംഘം മടങ്ങി. ഇന്ന് പുലർച്ചെ സൗദി എയർലൈൻസ് വിമാനത്താവളത്തിൽ ജിദ്ദ ഇന്റർനാഷണൽ ഹജ്ജ് ടെർമിനലിൽ നിന്നും 289 ഹാജിമാരുമായാണ് ആദ്യ വിമാനം പുറപ്പെട്ടത്. ഹാജിമാരെ ഹജ്ജ് ടെർമിനലിൽ KMCC എയർപോർട്ട് വിങ്ങും ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് യാത്രയാക്കി. ഇന്നു മുതൽ ജൂലൈ 14 അവസാന ഹാജി യാത്രയാവുന്നതുവരെ KMCC എയർപോർട്ട് സജീവമായി തന്നെ രംഗത്തുണ്ടാവുമെന്ന് കൺവീനർ നൌഫൽ റഹീലി അറിയിച്ചു. കടുത്ത ചൂടിനിടയിലും KMCC ഉൾപ്പെടുന്ന ഇന്ത്യൻ വളണ്ടിയർമാരുടെ സേവനം മിനയിലും മറ്റ് ഇന്ത്യൻ ഹാജിമാർക്ക് വലിയ ആശ്വാസമായിരുന്നുവെന്ന് ഹാജിമാർ പറഞ്ഞു. ജിദ്ദ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം മുതൽ അവസാന യാത്രികർ എത്തുന്നതുവരെ അവരെ സ്വീകരിക്കാനും വേണ്ട ഒത്താശകൾ ചെയ്യുവാനായും KMCC സന്നദ്ധരായിരുന്നു. ഇനി യാത്രയപ്പിന്റെ നാളുകൾ. അവസാന ഹാജിയെയും യാത്രയാക്കുന്നതുവരെ ഇത് തുടരും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.